നമസ്കാരം. എൽ ഡി എഫിൽ നിന്ന് RJD വിട്ടുപോകാൻ തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു വിട്ടുപോക്ക് എന്നുള്ളതിനെക്കുറിച്ച് പലരും ചിന്തിക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അതായത് ഇപ്പോൾ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. മറ്റൊന്ന് പാലക്കാട്, ചേലക്കര ഇവിടങ്ങളിലെല്ലാം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതുണ്ട്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടിട്ട് LDFിനുള്ളിൽ ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. അതായത് 2 സീറ്റുകൾ മാത്രമാണുള്ളത്. ഒന്ന് CPMനും ഒന്ന് CPIക്കും കൊടുക്കുക എന്നതായിരുന്നു CPMൻ്റെ നയം. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ, ഒപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ വൻ പരാജയം, ഇടതുമുന്നണിയുടെ പരാജയം ഇവയൊക്കെ മുൻപിൽ കണ്ട് കേരള കോൺഗ്രസ് എം, അതായത് മാണി വിഭാഗം, ജോസ് കെ മാണിയുടെ വിഭാഗം ചിലപ്പോൾ UDFിലേക്ക് പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകി, ഒരു സീറ്റ് CPIക്കും നൽകി. ചില വിട്ടുവീഴ്ചകൾക്ക് CPM തയ്യാറായി. പക്ഷേ അപ്പോഴും ഈ RJD എന്ന് പറയപ്പെടുന്ന പാർട്ടി അവരോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ മന്ത്രിസ്ഥാനം നൽകുന്നില്ല, ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ രാജ്യസഭാ സീറ്റ് നൽകുന്നില്ല? ഇങ്ങനത്തെ ചോദ്യവും മുറുമുറുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് പൂർത്തിയാകുന്നില്ല. ഒരു തരത്തിലും ഇടതുപക്ഷം ഈ RJDയെ ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അടുത്തത് അവർക്ക് കൂട്ടുകൂടാൻ പറ്റിയ മേഖല എന്ന് പറയപ്പെടുന്ന UDF ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് RJDയുടെ MP ശ്രേയാംസ് കുമാറിന് എന്താണ് ഇത്ര പെട്ടെന്നൊരു മനം മാറ്റം ഉണ്ടായതെന്ന് അറിയണ്ടേ? അതറിയേണ്ടതാണ്. കാരണം എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുണ്ടായത്? MP ശ്രേയാംസ് കുമാർ ഇപ്പോൾ LDF വിടാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടായിരിക്കും? കൂടുതൽ പരിഗണന നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPM. MP ശ്രേയാംസ് കുമാർ നയിക്കുന്ന കേരളത്തിലെ RJD ഘടകം LDF വിട്ടേക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. മുന്നണിയിൽ കാര്യമായിട്ടുള്ള പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDF വിടാനുള്ള തീരുമാനത്തിലേക്ക് RJD എത്തിയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. UDFിൽ ചേരണമെന്നാണ് RJDയിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും താല്പര്യം എന്ന് പറയപ്പെടുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ RJD LDF വിട്ട് UDFിൽ ചേർന്നേക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റുകൾ CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകാൻ LDF തീരുമാനിച്ചതാണ് RJDയെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ്. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ CPM മാന്യത കാട്ടിയില്ല എന്നാണ് RJDയുടെ ആരോപണം തന്നെ. LDFിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല RJD എന്ന് ശ്രേയാംസ് കുമാർ പലവട്ടം പറയുകയും ചെയ്യുന്നുണ്ട്. തുടക്കം മുതൽ മുന്നണിയിൽ അവഗണന നേരിടുന്നുണ്ട് എന്നും അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം പോലും തരാത്തത് കടുത്ത അവഗണനയാണ് എന്നും RJD ആരോപിക്കുകയാണ്. അതേസമയം RJDയുടെ വിമർശനങ്ങളെ കാര്യമായി എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലാണ് CPM. കാരണം RJDക്ക് അർഹതപ്പെട്ട പരിഗണന നൽകിയിട്ടുണ്ട് എന്നും കൂടുതൽ പരിഗണന നൽകേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുമാണ് CPMൻ്റെ നിലപാടെന്ന് പറയപ്പെടുന്നത്. കാരണം RJDയെ കൊണ്ട് ഇനി വലിയ ഉപയോഗങ്ങളൊന്നുമില്ല. നമുക്കറിയാമല്ലോ, MP വീരേന്ദ്രകുമാർ UDFിനോടൊപ്പം നിന്ന കാലഘട്ടത്തിൽ നിന്ന് അന്ന് തിരികെ പോകേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നുവെന്ന് ഈ MP ശ്രേയാംസ് കുമാർ അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്ന്, MP വീരേന്ദ്രകുമാർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവർക്ക് നൽകേണ്ട സീറ്റ്, അതായത് വടകര സീറ്റ് നൽകാതെ പകരം അവരെ പുറത്താക്കുന്നൊരു സമീപനമുണ്ടായി. അന്ന് ചവിട്ടി പുറത്താക്കിയ MP വീരേന്ദ്രകുമാറിനടക്കമുള്ള RJD നേതാക്കളെ സ്വീകരിക്കുവാൻ UDF തയ്യാറാവുകയും അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ കുറച്ചു കാലം ഈ MP വീരേന്ദ്രകുമാർ എന്ന് പറയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ പാർട്ടി, അന്ന് അവർക്ക് 7ഓളം MLAമാരുള്ള ഒരു വലിയ പാർട്ടിയായിരുന്നു RJD. പക്ഷേ അന്ന് പരിഗണന കൊടുത്ത UDFിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഇവർ LDFിലേക്ക് ചേക്കേറിയത്. എന്നാൽ LDFിൽ പോയതിനു ശേഷം അവർക്കൊരു MLA പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അവർക്ക് മന്ത്രിയാവണമെന്നും ഈ രാജ്യസഭാ സീറ്റ് വേണമെന്നും ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്നും ഒക്കെ ഇങ്ങനെ വലിയ ആവശ്യങ്ങളൊക്കെ അവർ നേടുന്നുണ്ട്. കാരണം അവർക്ക് മറ്റുള്ള ഒരു സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ആ സമയത്താണ് RJD LDF വിടാനുള്ള ഒരു തത്രപ്പാടിലേക്ക് ഇപ്പോൾ പോകുന്നത്. കാരണം രാജ്യസഭാ സീറ്റ് കിട്ടില്ല, മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല, ഇങ്ങനെ പലതരത്തിലും പരിഗണനയില്ലാതെ പുറത്തു നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളതുകൊണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ കാരണമെന്നാണ് ഞാൻ പറയുന്നത്. UDFിലേക്ക് ഇപ്പോൾ പോയാൽ അവിടെ സിദ്ദിഖുമായിട്ടൊരു ടൈപ്പ് ഉണ്ടോ MP ശ്രേയാംസ് കുമാറിന് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം ഏതെങ്കിലും തരത്തിൽ വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതിരിക്കുകയോ മുരളീധരൻ മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ പരിഗണനയ്ക്കെടുക്കാൻ കഴിയുന്നത് സിദ്ദിഖിനെയാണ്. സിദ്ദിഖ് കൽപ്പറ്റയുടെ MLAയുമാണിപ്പോൾ. അപ്പോൾ കൽപ്പറ്റയുടെ MLA ആയിട്ടുള്ള സിദ്ദിഖിനെ വയനാട് കൊണ്ട് നിർത്തി മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം UDF അല്ലെങ്കിൽ കോൺഗ്രസ് നടപ്പിലാക്കിയാൽ കൽപ്പറ്റയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ശരിയാണോ? അത്തരത്തിൽ കൽപ്പറ്റയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ
ആ കൽപ്പറ്റയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഏതെങ്കിലും പാർട്ടിക്കാരനെ നേതാവിനുണ്ടാകും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും കോൺഗ്രസ്സിന്. ആ സമയത്തിന് മുൻപ് LDF നിന്നും UDF എത്തുക എന്നുള്ളതാണ് RJD ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് MB ശ്രേയംകുമാറും T സിദ്ദിഖും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ മത്സരം അവിടെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. T സിദ്ദിഖ് ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ കൽപ്പറ്റയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ MB ശ്രേയാംസ്കുമാറിന് ആ സ്ഥാനം വിട്ടു നൽകാം എന്നുള്ള തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതാണ് ഇത്ര പെട്ടെന്ന് ഇത്ര തിടുക്കത്തിൽ LDF വിട്ട് UDF ചേക്കേറാൻ MB ശ്രേയാംസ്കുമാർ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് MB ശ്രേയാംസ്കുമാറിന് MLA ആകുന്നതിന് വേണ്ടിയിട്ട് കൽപ്പറ്റ സീറ്റ് ലഭിക്കുമെന്നുള്ള ആഗ്രഹത്തോടും ആവേശത്തോടും കൂടിയാണ് ഇപ്പോൾ LDF വിട്ട് UDF ചേക്കേറാൻ MB ശ്രേയാംസ്കുമാർ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും K മുരളീധരനും മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് T സിദ്ദിഖാണെങ്കിൽ കൽപ്പറ്റയിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് MB ശ്രേയാംസ്കുമാറിൻ്റെ പാർട്ടിയും MB ശ്രേയാംസ്കുമാറും. അതുകൊണ്ട് ആ തയ്യാറെടുപ്പുകൾ ഫലം കാണുമോ എന്ന് കാത്തിരുന്ന് കാണാം.